സാധാരണയായിട്ട് കാണുന്ന ഒരു രീതിയാണ് നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങും, കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്യും, പിന്നെ നേരെ ക്ലിനിക്ക് തുടങ്ങുക എന്നുള്ളത്. സോ ഈ ക്ലിനിക്ക് തുടങ്ങിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണിത് പ്രോഫിറ്റിലേക്ക് എത്തിക്കുക, അതല്ലെങ്കിൽ എത്ര വർഷം നമ്മൾ സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എന്തില്ല, നമുക്ക് ഐഡിയ ഇല്ല. സോ കറന്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരും ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കുക, എന്തൊക്കെ അനാലിസിസ് നമ്മൾ ചെയ്യണം? ഫോർ എക്സാമ്പിൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് ചെയ്യണം, ഫീസിബിലിറ്റി സ്റ്റഡി, മാർക്കറ്റ് സ്റ്റഡി, ഡെമോഗ്രാഫിക് സ്റ്റഡി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 3-4 വർഷം ഒന്നും എന്ത് ചെയ്യണ്ട, ക്ലിനിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1 ഇയർ, ലെസ് ദാൻ 1 ഇയർ കൊണ്ട് എന്ത് ചെയ്യാം, ഒരു ക്ലിനിക്ക് ബ്രേക്ക് ഈവനിലേക്കോ പ്രോഫിറ്റിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലൊക്കേഷൻ എന്നുള്ളത്. സോ എങ്ങനെയാണ് നമ്മളൊരു ലൊക്കേഷൻ ഹണ്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു അഡ്വാൻസ് കൊടുക്കുന്നതിൻ്റെ മുന്നേ, അതല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് നമ്മളൊരു ഡെന്റൽ പാർട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് വെക്ടർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നെക്സ്റ്റ് ജനുവരി 11 കാലിക്കറ്റ് വെച്ച് ചെയ്യുന്നുണ്ട്. സോ പുതുതായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അടുത്ത ബ്രാഞ്ച് ഇടാൻ ഉദ്ദേശിക്കുന്നവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 1 ഡേ ഫുൾ പ്രോഗ്രാമാണ്. A to Z കാര്യങ്ങൾ, ക്ലിനിക്കിൽ എന്തൊക്കെയാണ് നമ്മളൊരു പുതിയതായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എല്ലാ വിവരവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്.